കമോൺ ഗായ്സ്, വെൽക്കം ടു യു ക്യാൻ ക്രാഫ്റ്റ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനലത്തെ ഫസ്റ്റ് ലോങ് വീഡിയോയും പിന്നെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ചെയ്തെടുത്ത ഒരു വർക്കാണ് ഡയറി മേക്ക് ഓവർ. ഡയറി മേക്ക് ഓവർ പറയുമ്പോൾ എനിക്കെൻ്റെ ഡയറി കാണുന്നത് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ ഈ പുറം ഭാഗം ഇങ്ങനെ ആയതുകൊണ്ട് എവിടെയും കാണിക്കണം ഇഷ്ടമല്ല, അതിൽ കാണിച്ചു തരാൻ പറഞ്ഞാലും കാണിച്ചു കൊടുക്കാനും എനിക്കിഷ്ടമല്ല. അങ്ങനെ ഒരു ഡയറിയാണ് ഇത്. അത് ഈ 2025 തുടക്കത്തിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിന് കിട്ടുന്നതാണ് ഈ സാധനം. കുറച്ച് ഡയറി കിട്ടാറുണ്ട്. അതിൻ്റെ ഇടയിൽ അധികം ഞാൻ കണ്ടിട്ടുള്ള രാംകോൻ്റെ ആണ്. ആ ഒരു സാധനമാണ് ഇത്. ഇവിടെ വെറുതെ കിടക്കണ കണ്ടപ്പോൾ ഞാനങ്ങ് പൊക്കിയെടുത്തുകൊണ്ട് വന്നതാണ് ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2026 ഇപ്പുറത്താവും. അപ്പോൾ കുറച്ച് ഡയറിയൊക്കെ കിട്ടും, നോക്കാം നമുക്ക് കിട്ടുമെന്ന്. അങ്ങനെ ഞാൻ ഇതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞിയെ കുപ്പായം കൊണ്ടാണ്. അതും എൻ്റെ കസിൻ്റെ കുപ്പായമാണ്. കസിൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആൾക്ക് 5 വയസ്സുണ്ട്. അപ്പോൾ ആളെ കുപ്പായം ചെറുതായതാണ്, കുറച്ചും കൂടി ചെറുപ്പത്തിലുള്ള കുപ്പായമാണ്. അത് വെച്ചിട്ടാണ് ഞാനത് മുഴുവനായിട്ട് കവർ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ലേസ് കണ്ടില്ലേ, അത് ഞാൻ ഫസ്റ്റ് അതിൻ്റെ 3 സൈഡിൽ ഒട്ടിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അത് തെയ്യാത്ത കാരണം അതങ്ങോട്ട് പറിച്ചെടുത്ത്. പിന്നെ പ്ലാൻ ബി ആയിരുന്നു ഈ സൈഡിൽ ഒട്ടിക്കുക, ഒരു സൈഡിൽ മാത്രം ഒട്ടിക്കാന്ന്. അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് കവർ ചെയ്യാതെ എങ്ങനെ ഒട്ടിക്കുമെന്ന്. അപ്പോൾ പിന്നെ അത് എടുത്തുകൊണ്ട് മാറ്റി. പിന്നെ അവസാനം ഞാനിത് ആ സൈഡിൽ തന്നെ ഒട്ടിക്കാനാണ് വിചാരിച്ചത്. ഈ കണ്ട പാത്തുണ്ടല്ലോ, ഒരു സമാധാനം തരുന്നില്ലെന്നേ. ഈ വർക്ക് ചെയ്യുമ്പോൾ കേ പറഞ്ഞ മനസ്സിന് ചെവിക്കൊരു സുഖം തന്നില്ല. അതുകൊണ്ട് എടുത്തുകൊണ്ട് വന്നാൽ കേട്ടോ. അങ്ങനെ ലേസ് ഞാൻ അവസാനം വിചാരിച്ച് ആ സൈഡിൽ തന്നെ ഒട്ടിക്കാനായിരുന്നു. അവസാനത്തെത്തിയപ്പോൾ നമ്മുടെ പ്ലാൻ സിയിലോട്ടായി ഇങ്ങോട്ട് കാല് വെച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്ലാൻ സി കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്തു, പ്ലാൻ ബി മാറ്റി. അങ്ങനെ ഈ 2 ശീല എടുത്തുകൊണ്ട് തന്നെ ഇതിന് 2 സൈഡിക്കും ഫസ്റ്റ് 2 ശീല എടുത്ത് ഒരു സംഭവം 2 പീസാക്കിയിട്ടാണല്ലോ എടുത്തത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലേക്ക് കുറച്ച് ഭാഗം ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഡിസൈനായിട്ട് അവിടെ കിടന്നോട്ടെ വിചാരിച്ചു. അപ്പോഴാണ് ഞാനിങ്ങനെ ഓർത്തത്, ലേസ് ഏതായാലും അവിടെ വെച്ചാൽ കുറച്ചുകൂടി ഭംഗിയാവൂലേ. അങ്ങനെ വിചാരിച്ച് ലേസ് വെച്ചു. ഞാൻ വിചാരിച്ചു ലേസ് വെച്ചോടുകൂടി നിർത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ ഒരു ചാക്കുനൂല് കണ്ടപ്പോൾ ഒന്ന് വെറുതെ കെട്ടി നോക്കി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ പുറഭാഗം കണ്ടില്ലേ, സിമെൻറ്റ് ചാക്കാണ്. സിമെൻറ്റ് ചാക്കേ എന്താ അല്ലേ, സിമെൻറ്റ് ചാക്കൊക്കെ ഞാൻ എന്താ സിമെൻറ്റ് പണിക്കൊല്ലം പോകുന്നുണ്ടോ ആന്ന്. പിന്നെ ഇതിൽ ഞാൻ ഒട്ടിക്കണതൊക്കെ ഈ ഗ്ലൂഗണിൻ്റെ സ്റ്റിക്കായിട്ടാണ്. ഗ്ലൂഗണ്ണൊന്നും ഇല്ല, അപ്പോൾ സ്റ്റിക്കായിട്ട് ഒട്ടിക്കുകയാണ്. ഗ്ലൂഗണിൻ്റെ സ്റ്റിക്ക് വാങ്ങണത് കണ്ടാൽ വിചാരിച്ചു ഗ്ലൂഗണ്ണൊക്കെ ഉണ്ട്. എവിടെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കൈ പൊള്ളിയിട്ട് വന്ന് നോക്കുകയാണ്. ഞാൻ ലൈറ്റർ വെച്ചിട്ടാണ് ഇത് കത്തിച്ചിട്ടല്ലേ. അപ്പോൾ കത്തിക്കുമ്പോൾ തീയൊക്കെ എൻ്റെ തമ്പിൽ വന്നിട്ട് എനിക്ക് നല്ല വേദന എടുക്കണ്ടായിരുന്നു. അപ്പോൾ അത് വന്ന് നോക്കിയതാണ് കേട്ടോ. പിന്നെ ലേസും കൂടെ ഒട്ടിച്ചപ്പോൾ ഇതിന് പണി തീർന്നു. പിന്നെ അങ്ങോട്ട് കയറും വലിച്ചേച്ച് ഇങ്ങോട്ട് കെട്ടുക, പണി തീർന്നു. പിന്നെ എനിക്കിന്നെ സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഒരു ലൈക്കൊക്കെ തന്നാൽ കൊള്ളാം. കാരണം ഞാനൊരു 1.5 മണിക്കൂർ ഇരുന്ന് ചെയ്ത വർക്കാണ്. നിങ്ങളിതൊരു 4 മിനിറ്റിൻ്റെ ഉള്ളിൽ കാണും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരു ലൈക്കൊക്കെ തന്നൂടെ. പിന്നെ കാണുമ്പോൾ ഒരു സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. അപ്പോൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യൂലേ. അപ്പോൾ നമ്മളെ പണി തീർന്നിട്ടുണ്ട്. പാത്തുവിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. പാത്തുവിൻ്റെ വീഡിയോക്ക് ലൈക്കൊക്കെ കിട്ടി. താങ്ക് യു. എനിക്ക് ആദ്യമായിട്ടാണ് ഇത്ര ലൈക്കൊക്കെ കിട്ടുന്നത്. എനിക്ക് സന്തോഷമുണ്ട്. അതും വെറും 30 ലൈക്ക്. അപ്പം എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നൊക്കെ തന്നൂടെ. അപ്പോൾ ബൈ.